ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് ഇൻഡീസൻറ്റ് പ്രപ്പോസൽ എന്ന മൂവിയുടെ 4K അൾട്രാ HD ഡിസ്കിൻ്റെ റിവ്യൂ ആണ്. 1993 ഇറങ്ങിയ ഒരു ഇറോട്ടിക് ഡ്രാമ കാറ്റഗറിയിൽ വരുന്നൊരു മൂവിയാണ് ഇൻഡീസൻറ്റ് പ്രപ്പോസൽ. 1988 ഇറങ്ങിയ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മൂവി വന്നിരിക്കുന്നത്. ഇതിന് റിലീസ് ടൈമിൽ അത്യാവശ്യം നെഗറ്റീവ് റിവ്യൂസ് ആണ് വന്നത്, പക്ഷേ ബോക്സ് ഓഫീസ് നല്ല സക്സസ് ആയിരുന്നു. ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് ഡെമി മൂർ, റോബർട്ട് ഡഡ്ഫോർഡ്, വുഡി ഹാരിസൺ. ഇതിന്റെ ബേസിക് പ്ലോട്ട് ഞാൻ ഒന്ന് പറയാം. ഏർലി മാരേജ് ചെയ്ത ഒരു കപ്പിളിന്റെ ലൈഫിലേക്ക് ഒരു മില്യണിയർ കടന്നു വരുന്നതും അവരുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അതിനെ ബേസ് ചെയ്തിട്ടാണ് മൂവി. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലെ പറയാൻ പറ്റും, പക്ഷേ നമ്മുടെ നമ്മുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഒരു ട്വിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു സ്ക്രീൻ പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. നെഗറ്റീവ് റിവ്യൂസ് വരാൻ കാര്യം തന്നെ ആ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലുള്ള ഒരു ഡിഫറൻസ് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നിയത് ഈ മൂവി ഒരു റിലേഷൻഷിപ്പിൽ എത്രത്തോളം സീരിയസ്നെസ് ഉണ്ടായിരിക്കണം, ലൈക്ക് ആൾക്കാർ മെച്യൂർ ആയിട്ടാണ് റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാനുള്ളത്, ലൈഫിനെ എങ്ങനെ നോക്കിക്കാണണം, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു ക്ലാസിക് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിഷ്യലി വന്ന ബ്ലൂറേ റിലീസിൽ ശരിക്കും പറഞ്ഞാൽ ഡോൾബി ട്രൂ HDയുടെ ഓഡിയോ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ അതേ സമയത്ത് പാരമൗണ്ടിൻ്റെ ഫുട്ടേജ് എടുത്ത് കിനോ ലോബർ എന്ന കമ്പനി ട്രാൻസ്ഫർ ചെയ്തെടുത്ത ഈ പ്രോപ്പർ 4K ട്രാൻസ്ഫർ DTSന്റെ HD മാസ്റ്റർ ഓഡിയോ ആണ് തരുന്നത്. അതായത് ഇതിൻ്റെ കൂടെ വരുന്ന ബ്ലൂറേ ഡിസ്കിൽ പോലും DTSന്റെ HD മാസ്റ്റർ ഓഡിയോ തന്നെ കിട്ടുന്നുണ്ട്. ഇത് 4K ഡിസ്കിലും ബ്ലൂറേ ഡിസ്കിലും സെയിം ഓഡിയോ തന്നെയാണ്. പക്ഷേ അതേ സമയത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് ബ്ലൂറേ റിലീസ് മുന്നേ വന്നതിലെല്ലാം ഡോൾബി ട്രൂ HD വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് അതിൻ്റെ മാത്രം ഒരു പോസിറ്റീവ് ആണ്. വീഡിയോയുടെ സൈഡിലേക്ക് വരുമ്പോഴേക്കും പ്രോപ്പർ 4K ട്രാൻസ്ഫർ ആണ്. ഡോൾബി വിഷൻ ഉണ്ട്, HDR10 ഉണ്ട്. ഏകദേശം 30-32 വർഷം പഴക്കമുള്ള ഈ മൂവിക്ക് ഡോൾബി വിഷൻ്റെ ഗുണം എന്ത് ചെയ്യുന്നു വെച്ചാൽ, നോർമലി ഈ സ്കിൻ ടോൺ ഒക്കെ കാണുമ്പോൾ ഇത് പഴയ ഒരു ഫുട്ടേജിൽ നിന്ന് ട്രാൻസ്ഫർ എടുത്താണെങ്കിൽ കൂടി ഈ സ്കിൻ ടോണിലൊക്കെ ഉള്ള ക്ലാരിറ്റി, ലൈറ്റിങ്ങിൻ്റെ ഡിഫറൻസ്, കാരണം ഒരുപാട് നൈറ്റ് സീൻസ് ഉണ്ട് ഇതിനകത്ത്. കുറേ കൂടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീൻസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് അത്യാവശ്യം നല്ലപോലെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്കിന്നിലുള്ള കളർ, അത്രയും ഡീറ്റെയിലിങ്സ്, ഇതെല്ലാം നല്ലപോലെ തന്നെയാണ് ട്രാൻസ്ഫറിലുള്ളത്. പിന്നെ ഈ സൗണ്ടിൻ്റെ കേസ് വരുമ്പോൾ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്, ആക്ച്വലി ഇത് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് അങ്ങനത്തെ ഒരു മൂവി അല്ല. ഇതൊരു ഡ്രാമ ബേസ്ഡ് മൂവിയാണ്. ഫുള്ളി ഡയലോഗ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് ഉള്ളത്. അപ്പം എപ്പോഴും ഈ DTS മാസ്റ്റർ ഓഡിയോ ആ ഡയലോഗ്സിന് ക്ലാരിറ്റിയാണ് കൊടുക്കുന്നത്. പക്ഷേ സറൗണ്ട് ആക്ടിവിറ്റി വളരെ കുറവാണ്. അതായത് ഒരു കസിനോയിലെ സീൻ കാണിക്കുന്നുണ്ട്, അതുപോലൊരു ഔട്ടർ ഏരിയ, ഇത് ഓപ്പൺ സിറ്റി പോലത്തെ ഒരു ഏരിയ കാണിച്ച് അവിടെ എന്തെങ്കിലും ചെറിയ ചെറിയ ബിറ്റ്സ് മാത്രം സറൗണ്ട് സൗണ്ടിൽ വന്നിട്ട് ബാക്കി അല്ലാതെ എല്ലാം ഫുള്ളി സ്റ്റീരിയോ പോലെ, അതായത് LCRൽ നിന്ന് മാത്രമേ സൗണ്ട് വരത്തുള്ളൂ. അതും ഡയലോഗ്സ് അത്യാവശ്യം ലോ വോളിയത്തിലാണ്. നമ്മൾ ജസ്റ്റ് വോളിയം കൂട്ടി വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഡയലോഗ്സ് ക്ലാരിറ്റിയിലാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നത്. അല്ലാതെ സറൗണ്ട് ആക്ടിവിറ്റി ഓൾമോസ്റ്റ് സീറോ തന്നെയാണ്. ഒരു കസിനോയിൽ ഒരു സംഭവം റൊട്ടേറ്റ് ചെയ്യുന്ന, നമ്മൾ ഇത് ചെയ്തില്ല ഗാംബ്ലിംഗ് ഒക്കെ ചെയ്യുന്ന, അതിൻ്റെ ഒരു റൊട്ടേറ്റിംഗ് സീക്വൻസ് ഉണ്ട്. അതിൽ മാത്രമാണ് ഞാൻ സറൗണ്ടിൽ എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ തീമിൽ വരുന്ന മൂവീസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിനോ ലോബറിൻ്റെ റിലീസ് അത്യാവശ്യം വർത്ത് കളക്ടിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇനിയൊരു വീഡിയോയിൽ പുതിയൊരു മൂവിയായിട്ട് കാണാം. ബൈ.